ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മധുരവും പുളിയും കുരുമുളകിൻ്റെ രുചിയും ഒത്തുചേർന്ന ഒരു പ്രത്യേക വിഭവമാണ് പൈനാപ്പിൾ രസം. അത് ചോറിനൊപ്പം കുടിക്കാൻ ഒരുപോലെ രുചികരമായ ഒരു രസം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മമ്മി കാണിച്ചു തരും അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് കേട്ടോ. പൈനാപ്പിൾ കട്ട് ചെയ്ത് മേടിച്ച് ഞങ്ങളൊരു 4 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ രസം ഉണ്ടാക്കാനായിട്ട്. അത് എന്നിട്ട് മമ്മി വേവിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ പൈനാപ്പിളിന് പുളി ഉണ്ടെങ്കിൽ ശർക്കര ഇട്ട് കുറച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ മധുരവും പുളിയും ബാലൻസ് ആവും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ രസമാണ് കേട്ടോ. അതിനുള്ള സാധനങ്ങൾ: 1 സ്പൂണ് മല്ലി, 3-4 വെളുത്തുള്ളി, 3-4 ഉള്ളി, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് ജീരകം, പച്ചമുളക്, ഇഞ്ചി. ഇതെല്ലാം കൂടിയിട്ട് ഉരുളിലിട്ടൊന്ന് ഇടിക്കണം കേട്ടോ. ഇങ്ങനെ ചതക്കണം, നന്നായിട്ട് ചതക്കണം. മിക്സിയിലിട്ടിട്ടും ചതച്ചൂടെ? പക്ഷെ അത് അറിഞ്ഞു പോവില്ലേ, നന്നായി അറിയണ്ട. വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ പോരെ മിക്സിയിൽ. പക്ഷെ വേഗം അതറിഞ്ഞു പോകും. ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയോ എണ്ണയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്താണ്. എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക. കടുക് പൊട്ടുമ്പോൾ മുളകിടുക. മുളക് മൂത്ത് കഴിയുമ്പോൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇടുക. അത് മൂപ്പിക്കല്ലേ? നമ്മൾ സാധാരണ രസം ഉണ്ടാക്കണ പോലെ അതന്നെ സെയിം. അതന്നെ ചേരുവകളൊക്കെ അതന്നെ. പൈനാപ്പിൾ മമ്മി മുമ്പേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി അതവിടെ അല്ലെങ്കിൽ വീഡിയോ കുറെ ലെങ്തായി പോവില്ലേ, അതുകൊണ്ടാട്ടാ വേവിച്ചതൊന്നും കാണിക്കാത്തത്. പിന്നെ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളം ഒഴിക്കും. മൂത്ത് കഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളം ഒഴിക്കും. ഞാൻ തിളയ്ക്കണോ? തിളയ്ക്കണം. പിന്നെ ഒരു തക്കാളി, പരിപ്പും പച്ചമുളകും ഒക്കെ കൂടി വേവിച്ച് വെച്ചതാണ് കേട്ടോ. തക്കാളി നുറുക്കിയതാണ് കേട്ടോ. വേവിച്ച് വെച്ച പരിപ്പും തക്കാളി അല്ലേ? ഇതിൽ കുരുമുളകൊന്നും ഇടണ്ട. കുരുമുളക് ഇട്ടല്ലോ, നമ്മൾ ചതച്ചാറിന് പൊടി ഇടണ്ട. 1 സ്പൂണ് ഉപ്പിട്ടാ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം കേട്ടോ. ഇതെങ്ങനെയാ ഇത് തക്കാളി നന്നായി വേവണം അതിൻ്റെ ഉള്ളിൽ? അത് മറ്റേ പരിപ്പും തക്കാളിയൊക്കെ വേവിച്ച് വെച്ചതാണ്. എന്നാലും അതും വേവ് പയ്യന്നെ വേവിക്കും എൻ്റെ ഉള്ളിൽ.
മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ലേ? അര സ്പൂണ് കായംപൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി. അത് മൂക്കണ വരെ ഇടണം അല്ലേ? ഇങ്ങനെ ഇളക്കണം. അത് ഒരു നുള്ളി ശർക്കര ഇടണം കേട്ടോ. ആ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തക്കാളിയുടെയും പൈനാപ്പിളിൻ്റെയും ഒക്കെ. പക്ഷെ നമ്മൾ പൈനാപ്പിൾ വേവിച്ചപ്പോൾ ഇട്ടുണ്ടായിരുന്നില്ലേ? പക്ഷെ എന്നാലും പുളിയൊക്കെ ഉണ്ടല്ലോ, പുളി, തക്കാളി പുളി, പൈനാപ്പിളും പുളി, അപ്പോൾ അത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടല്ലേ? പൈനാപ്പിൾ ഇടാൻ പോവാ കേട്ടോ. വെള്ളം നമുക്ക് എത്ര വേണ്ട? അത് വെള്ളമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് വെള്ളം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നമുക്ക് ഇതാക്കാം. എരിവൊക്കെ നമ്മുടെ ഇതനുസരിച്ചല്ലേ? ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതല്ലേ? ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാം. പൈനാപ്പിൾ ദഹനത്തിന് നല്ലതാണ്, കോൾഡിന് നല്ലതാണ്. ചുമയും പനിയൊക്കെ ഉണ്ടെങ്കിൽ ഈ രസം കുടിച്ചാൽ നീരുവീഴ്ചയ്ക്കൊക്കെ നല്ലതാണ്. പൈനാപ്പിൾ വേവിച്ചതല്ല, അപ്പം നമുക്ക് വേവിക്കണ്ടല്ലോ. ഉണ്ട്. ഈ തക്കാളി ഒന്ന് എന്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കും. പിന്നെ കൊത്തമല്ലി, കറിവേപ്പില ഇട്ടാ കിടത്തിയിട്ടിട്ട് നന്നായി തിളച്ച് തക്കാളി വെന്ത് കഴിഞ്ഞിട്ടല്ലേ കിടത്തിയിട്ടിട്ട് കൊത്തമല്ലി, കറിവേപ്പില ഒക്കെ കഴുകി വെച്ചതാണ് കേട്ടോ. കുറച്ച് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നിർബന്ധമില്ല നെയ്യ് വേണമെന്ന്. ഇടണവർക്ക് ഇട്ട് കഴിക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ? വേഗം ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ തൈരും ഇതും അച്ചാറും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അടിപൊളി. ഇത് കഴിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ രസം തയ്യാറായി. മധുരവും പുളിയും എരിവും ഒത്തുചേർന്ന വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ വിത്ത് അനദർ delicious recipe. Thank you.